SNDP യോഗത്തിൽ ശ്രീനാരായണ ധർമ്മവും ജനാധിപത്യവും സാമൂഹ്യ മൂല്യങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ഗുരുനിയോഗം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്ന് ഗോകുലം ഗോപാലൻ. SNDP യോഗത്തിന്റെ വിവിധ തലങ്ങളിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നവരും വെള്ളാപ്പള്ളി നടേശന്റെ അഴിമതി നിറഞ്ഞ ഏകാധിപത്യ ശൈലിയെ തുറന്നെതിർത്തതിന്റെ പേരിൽ നയപരമായി മാറ്റി നിർത്തപ്പെട്ടവരും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നവരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോകുലം ഗോപാലൻ. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ SNDP യോഗത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും 2.5 പതിറ്റാണ്ടിലേറെയായി തമസ്കരിക്കുകയും പ്രസ്ഥാനം അതിവേഗ മൂല്യശോഷണത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലപ്പൊക്കവും തലയെടുപ്പും കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒട്ടനവധി മഹാരഥന്മാർ നിസ്വാർത്ഥവും നിസ്തുലവുമായി നിറഞ്ഞു നിന്നിരുന്ന SNDP യോഗം കൗൺസിൽ ഇന്ന് സ്തുതിപാഠകരും അഴിമതിക്കാരും ആസ്ഥാന വിദൂഷകരായ അടിമകളുടെ ആൾക്കൂട്ടം മാത്രമാണ്. കഴിവും കർമ്മശേഷിയും നേതൃത്വശേഷിയുമുള്ള ഒട്ടനവധി പേർ പ്രസ്ഥാനത്തിൽ നടേശനാൽ ഗളശ്ഛേദം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെയും മകന്റെയും വട്ടബുദ്ധിക്കും ശേഷിക്കും മുകളിൽ കാര്യപ്രാപ്തി ഉണ്ടെന്ന് കാണുന്ന എല്ലാവരും നടേശന്റെ കോപത്തിന് വിധേയമാക്കപ്പെടുകയാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താൻ മാനേജറായിരുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൽ നിന്നും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും എത്തിക്കുന്ന ജീവനക്കാരും കാലാവധി കഴിഞ്ഞ് അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ അവസരമൊരുക്കി കൊടുത്തതിന്റെ പേരിൽ വെറും വിധേയർ മാത്രമായി തുടരുന്ന യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാരെന്ന കടലാസ് ഭരണകർത്താക്കളും മാത്രമാണ് നടേശന്റെ യോഗത്തിൽ പങ്കെടുക്കാറുള്ളത്. ചതച്ചരക്കപ്പെട്ട മനസാക്ഷിയുമായി നിസ്സംഗരായിരിക്കാൻ വിധിക്കപ്പെട്ട നിർബന്ധപൂർവം അടിമത്തപ്പെട്ട ഈ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്നാണ് നടേശന്റെ ആക്രോശങ്ങളും ഗീർവാണവും എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സമുദായത്തിലെ 1% പോലും മനസ്സുകൊണ്ട് നടേശനൊപ്പമില്ല എന്നതാണ് വസ്തുത. വിമർശനങ്ങളെ ഉൾക്കൊള്ളാനോ സഹിക്കാനോ ഉള്ള വിശാല മനസ്സില്ലാത്ത അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്കു പിടിച്ച ജനാധിപത്യത്തോട് ലവലേശം വിധേയത്വമില്ലാത്ത ഒരു കുടുംബത്തിന്റെ ധാർഷ്ട്യവും ധിക്കാരവും ഏകാധിപത്യ മനോഭാവവും അഴിമതിയുടെ അവസാനിക്കാത്ത ആക്രാന്തവും മാത്രമാണ് ഇന്ന് യോഗത്തിൽ നിലനിൽക്കുന്നത്. നടേശനിലെ യഥാർത്ഥ അസുരരൂപം പ്രകടമായി തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ എതിർശബ്ദമുയർത്തിയ സ്വാമി ശാശ്വതീകാനന്ദ, സഖാവ് VS സുകുമാർ അഴീക്കോട്, പ്രൊഫസർ MK സാനു തുടങ്ങിയ നിരവധി പേരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കാലവും ചരിത്രവും മഹാഗുരുവും കുറിച്ചുവെച്ച സമയം സമാഗതമാവുകയാണ്. അവസരത്തിന് തുയർന്ന് ആ നിയോഗ ദൗത്യം ഒരു ഗുരുപൂജയായി സമർപ്പിച്ച് സഫലമാക്കാൻ ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കുന്ന മുഴുവൻ പേരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ക്രിമിനൽ മനസ്സും ക്രിമിനൽ ബുദ്ധിയും ക്രിമിനൽ പശ്ചാത്തലവും അലങ്കാരമാക്കിയ വെള്ളാപ്പള്ളി നടേശന്റെ നാളുകൾ SNDP യോഗത്തിൽ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. വിട്ടുവീഴ്ചയില്ലാത്ത മൂല്യാധിഷ്ഠിത നിലപാടുകളുടെ വർത്തമാനകാല പ്രതീകങ്ങളായ VM സുധീരനും കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും ഗുരുവിന്റെ പ്രസ്ഥാനത്തെ യഥാർത്ഥ ഭക്തരുടെ കരങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കാനുള്ള ഗുരുനിയോഗം നിർവഹിക്കാതിരിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ SNDP യോഗത്തിന്റെ വിശാല താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്കാകണം. നടേശൻ പിന്തുടരുന്നതും അടിച്ചേൽപ്പിച്ചിട്ടുള്ളതുമായ ഏകാധിപത്യ ശൈലിയുടെ സ്ഥാനത്ത് കൂട്ടായി ആലോചിച്ച് കൂട്ടായി തീരുമാനിച്ച് കൂട്ടായി നടപ്പിലാക്കുന്ന ഒരു ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഗോകുലം ഗോപാലൻ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ശ്രീനാരായണീയരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടി ഭാവി പരിപാടികൾ നിശ്ചയിക്കാനും തീരുമാനിച്ചു. കുന്നത്തുനാട് SNDP യൂണിയൻ ആദ്യകാല സെക്രട്ടറി അഡ്വക്കേറ്റ് അജന്തകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മീനച്ചിൽ യൂണിയൻ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ ആമുഖ പ്രസംഗവും പറവൂർ യൂണിയൻ ഭാരവാഹിയായിരുന്ന ഹരിവിജയൻ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. തളിപ്പറമ്പ് യൂണിയൻ മുൻ സെക്രട്ടറി VP ദാസൻ സ്വാഗതവും തിരുവമ്പാടി യൂണിയൻ മുൻ സെക്രട്ടറി വിശ്വംഭരൻ മാസ്റ്റർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. വനിതാ സംഘം കേന്ദ്ര സമിതി മുൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ K സുശീല, പീരുമേട് യൂണിയൻ മുൻ സെക്രട്ടറി അജയൻ K തങ്കപ്പൻ, മാവേലിക്കര മുൻ യൂണിയൻ കൗൺസിൽ അജേഷ് സുധാകരൻ, കിളിമാനൂർ യൂണിയൻ മുൻ പ്രസിഡന്റ് പ്രകാശ്, കുന്നത്തുനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് മുൻ സെക്രട്ടറി ED ഷിബു, കുന്നംകുളം യൂണിയൻ മുൻ ഡയറക്ടർ സിദ്ധാർത്ഥ്, തളിപ്പറമ്പ് യൂണിയൻ ഡയറക്ടർ VR സുനിൽ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു.